ചായയുടെ മണം കേട്ട് മണത്ത് വന്നതാണ് കിച്ചല്ലേ. ഞാൻ നോക്കുമ്പോ ഞാൻ അവിടെ പോയി ഇരിക്കണേ, നോക്കുമ്പോ ഏലൊക്കെ ഇടിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. പിന്നെ കുറച്ചേരും കൂടെ കഴിഞ്ഞപ്പോ നോക്കുമ്പോ After 2 months. ഞാൻ ചായ ഇട്ടിട്ട് മരിച്ചു പോട്ടെന്ന്. ഇന്നലെ തലവേദന കൊണ്ട് ഉറങ്ങിയിട്ടില്ലല്ലോ 3-3:30 വരെ. ഒന്നും പറയാനൊക്കെ കൊറേ നാൾക്ക് ശേഷം നല്ലൊരു ഹോം മെയ്ഡ് ചായ കുടിക്കുമ്പോൾ സുഖം. ചായ കുടിച്ചു പോവാറ്. Hey guys, assalamu alaikum, welcome back to my channel. അപ്പൊ ഒരു ചായ വെച്ചിട്ട് ഇൻട്രോ കൊടുക്കാതെ അല്ല, അപ്പൊ ചായ വെച്ചിട്ട് ഒരു ഇൻട്രോ കൊടുക്കാതെ ബിക്കോസ് ഇപ്പൊ നോമ്പ് തുറന്ന മുതൽ പറയുന്നുണ്ട് എടി എനിക്ക് ചായ കുടിക്കാൻ ആഗ്രഹം. ഞാൻ വേണ്ട ഷുഗർ നിങ്ങൾ കുടിക്കണ്ട, ആഗ്രഹമൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇരുന്നാണ് ഇത്ര 2-3 ദിവസം ഒരു സ്പൂൺ. അപ്പൊ ഇന്ന് എന്തോ ഒരു വിഷമായി ഗൈസ്, ബിക്കോസ് അത്താഴം വരെ ഉറങ്ങിയിട്ടില്ല. പെട്ടൊക്കെ തലവേദന എടുത്തിട്ട് അത്ര ഹെഡേക്ക് ഉണ്ടായിരുന്നു. സോ ഐ തോട്ട് വൈ നോട്ട് ഒരു ചായ കുടിക്കട്ടെ. അപ്പൊ തന്നെ ബേബി ചായ കുടിച്ചു. കുടിക്ക്. ഞാനും എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കട്ടെ. ഫുഡ് കഴിക്കാൻ ഒരു മൂഡില്ല ഗൈസ്, ഫ്രൂട്ട്സ് കഴിക്കട്ടെ. സോന എന്താ കഴിക്കണേ? സോന റോബസ്റ്റ് കഴിച്ചല്ലേ? നൈറ്റ് ലേറ്റ് ആയി നമ്മൾ കഴിക്കുമ്പോ. ആക്ച്വലി ബേബി ഒന്ന് കുടിക്കും ചായ പോ. അപ്പൊ നമുക്ക് ഒരു പഴം എടുത്ത് കഴിക്കാം ഗൈസ്. അങ്ങനെ ഞാനൊരു റോബസ്റ്റ് പഴം കഴിച്ച് ഞാനൊരു റോബസ്റ്റ് പഴം കഴിച്ചു. അപ്പോ ഇനി എന്താ കഴിക്കണം? ചായ കുടിക്കണല്ലേ? അല്ല, നിങ്ങൾ പറഞ്ഞു കഴിക്കുള്ളൂ. അങ്ങനെ എന്തോ എടുക്കാൻ പോകുന്നത് കഴിക്കണ്ട. കസ്റ്റർഡാണ് അത്, മധുരയിട്ട കസ്റ്റർഡാ. ഓൾറെഡി മധുരമായിട്ട് ചായ കുടിച്ചു. നാസ്റ്റാക്കിടാറാ? പുട്ടും വേണ്ട, ഇതൊക്കെ കഴിച്ചില്ലേ? പത്തിരിയും മട്ടൻ കറിയൊക്കെ കഴിച്ചു. ലേറ്റ് ആയി, അതുകൊണ്ടോ ഞാനും കഴിക്കുള്ള. സോനും കഴിക്കുള്ള. സോനും വെള്ളം കുടിച്ചിട്ട് എന്താണ് കഴിക്കണേ? ഇനി എന്ത് കഴിക്കാൻ വെള്ളം കുടിച്ചിട്ട് ബുമ്മെന്നിരിക്കണേ. ഞാൻ ഇനി ഇത് കുടിക്കാൻ പോകണം ഒരു ഗ്ലാസ്. ചായ കുടിച്ചിരിക്കണ ഞാൻ പകുതി ഉണ്ടായിരുന്നു കുടിച്ച്. എന്നിട്ട് ചായ എനിക്ക് കൊണ്ടു പിന്നെ കൊറേ ചായ വേണ്ട. 2 ഗ്ലാസ് ചായ വെച്ചാണ് പശു ഒഴിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഗ്ലാസ് പകുതി, അവളുടെ ഒരു ഗ്ലാസ് എന്റെ അമ്മ ഇത് കണ്ടാ പറയൂ എന്തിനാ ഇവളിങ്ങനെ കണ്ടു സാധിക്കണം. ഓക്കെ കഴിച്ച് ഇത് ഞാൻ കുടിക്കട്ടെ. സംഭവം അങ്ങനെ അത്താഴമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇന്ന് അത്താഴം വളരെ സിമ്പിളാക്കി. ഒരു ഗ്ലാസ് ജ്യൂസും റോബസ്റ്റ് പഴത്തിൽ ഒതുക്കി ഞാൻ. ബേബി ഒരു ഗ്ലാസ് ചായ മാത്രം, സോനും പഴം കഴിച്ച് ചായ ഇച്ചിരി കുടിക്കുന്നുണ്ട്. ബിക്കോസ് ഇന്നലെ നമ്മൾ ലേറ്റായി കഴിക്കും, 11:32 ആയാലായി. നല്ലോണം നാസ്റ്റ കഴിച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ വിത്തൗട്ട് ഇപ്പം കഴിച്ചിട്ട് ഓവറാക്കണം, ബിക്കോസ് അത് തന്നെ ഡൈജസ്റ്റ് ആയിട്ടില്ല. സോ ഇന്ന് വളരെ സിമ്പിളായിരുന്നു. പിള്ളേർ എണീച്ചില്ല ബിക്കോസ് ദേ ആർ ടയർഡ്. അപ്പോൾ ഇനി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മളെ കാര്യപരിപാടിയൊക്കെ തുടങ്ങാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഗുഡ് മോർണിംഗ്, ഹലോ ഗായ്സ്. അപ്പോൾ അതന്നെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞു. കുറച്ചധികം തന്നെ ഇന്ന് റെസ്റ്റ് എടുത്തു. എന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് താഴെ വന്ന് എബിന് ഫുഡൊക്കെ കൊടുത്ത്, എബിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത്, എന്നിട്ട് എബിന്റെ കൂടെ കുറച്ച് നേരം കഴിച്ച് അവനൊന്ന് സെറ്റിലാക്കിയിട്ടുണ്ട്. ഒരു ടോയ് കൊടുത്ത് വന്നിട്ടുണ്ട്. ഇനി അത് പോരടിക്കും അവൻ എന്റെ പുറകെ വരും.
Hi. Hi guys, good morning. Hello, good morning. How are you? How's your health now? ആ ഇപ്പൊ കുഴപ്പമില്ല, nice. Okay, ഒരു ചായ കുടിച്ച് കഴിഞ്ഞപ്പോ പിന്നെ set. ഫുൾ സെറ്റാണ് guys. Very good. മനസ്സിലാക്കും കുറേ നമുക്ക് ശേഷം കൂടെ ചായയാണ്. Yeah, like 2 months, I guess, right? 2 മാസത്തിന് ശേഷം നല്ലൊരു ചായ കുടിക്കുക. അതിന്റെ ഇടയിൽ ഒരു സിപ്പൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ട ടൈപ്പ് ചായ അല്ല. പുറത്തുനിന്ന് അല്ലേ? വീട്ടില് കുടിച്ചിട്ടില്ല. ആയിട്ട് കുടിച്ചിട്ടില്ല. So, Okay, അപ്പൊ എന്താണ് Ramadan 3rd, today I'm gonna prepare one special drink. See, ഇത് സാഗോ ആണ്, എല്ലാവർക്കും അറിയാലേ സാഗോ. ഓക്കെ ബേരില് സാഗ് അങ്ങനെ എന്തോ പറയുന്നു തോന്നണോ. മമ്മ അടുത്ത കോളൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. ആൻഡ് ഷീസ് ഓൾസോ നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. സാഗ് ആയിരിക്കും, സാഗോ ആണത്. ഓക്കെ, ഇത് ഞാൻ കുറച്ചെടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. വൈ? ബിക്കോസ് ഞാൻ ഇന്ന് മാംഗോ സാഗോ ഡ്രിങ്ക് ആണ് ഉണ്ടാക്കാൻ പോണത്, മാംഗോ ഒക്കെ വെച്ചിട്ട്. അപ്പൊ മാംഗോ ചാവോട്ട് വരുന്നു. സാഗോ, ഇത് സാഗോ, അത് മാംഗോ സാഗോ ഡ്രിങ്ക്. മാംഗോ ഷേക്ക് അടിക്കാൻ നമ്മൾ എടുക്കൂലേ, അതുപോലെ തന്നെ ഷേക്ക് അടിക്കാൻ എടുക്കും. പിന്നെ കുറച്ച് പൾപ്പ് എടുക്കും, അതിൽ നിന്ന് ചങ്ക്സ് എടുക്കും. അങ്ങനെയൊക്കെ എടുത്ത് മിക്സ് ആക്കിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. നമുക്ക് മാംഗോയുടെ സ്വീറ്റ് മതി, ഷുഗർ ആഡ് ചെയ്യണ്ട. ഷുഗർ ആഡ് ചെയ്തിട്ട് ചെയ്യാം. എന്തായാലും ഇറ്റ്സ് എ സ്പെഷ്യൽ ഡ്രിങ്ക്, അതുകൊണ്ട് ഐ തോട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും നീ ഇപ്പൊ ക്യാമറ ഒരു കാര്യം പറയാനുണ്ടാകും. അതായത് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളതാണ്. അതായത് ഞാൻ ഒരു 2 വർഷം മുമ്പ് എന്റെ മോൾക്ക് സ്കൂളില് മാർക്ക് കുറഞ്ഞതിനെ പറ്റി സംസാരിച്ച് ഞങ്ങള് ഒരു വീഡിയോ ബ്ലോഗിലൂടെ ഞങ്ങൾ കാഷ്വൽ ആയിട്ട് സംസാരിച്ച് പോയതാണ്. അങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് സുഹാന പറഞ്ഞിട്ടുണ്ടായിരുന്നു അവള് മാർക്ക് കുറവ് വാങ്ങിച്ചതിന് ഞങ്ങളെ തല്ലി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്റെ അമ്മോ, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ടൈമിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പലരും, എന്തൊക്കെ വിവാദങ്ങൾ, എന്തൊക്കെ റിയാക്ഷൻ ചെയ്യണ ആളുകള്, എന്തൊക്കെ എന്താ പറയാ, മറ്റേ റിയാക്ഷൻ വീഡിയോ, അതുപോലെ തന്നെ മറ്റേ ചൈൽഡ് കെയർ അവിടെ വരെ ആരോ വിളിച്ചു പറഞ്ഞു. അവിടുന്ന് വരെ എനിക്ക് കോള് വന്ന്. എന്തിന്? എന്റെ സ്വന്തം മോളെ ഉപദേശിച്ചതിനും ശകാരിച്ചതിനും അവൾക്ക് ചിലപ്പോ 2 ചൂരിലെടുത്ത് 2 തല്ല് തല്ലിയതിനും ഞാനല്ല, അവളുടെ തള്ള പഠിക്കാൻ വേണ്ടി. അപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇന്ന് എന്തൊക്കെയാണ് നടക്കുന്നത്? ഇന്ന് ഉമ്മാനെ കൊല്ലാൻ നോക്കണ്, അനിയനെ കൊല്ലണ്, അതുപോലെ തന്നെ കാമുകിയല്ല ഫ്രണ്ടിനെ കൊല്ലണ്, അതേപോലെ തന്നെ കൊച്ചാപ്പാനെ അമ്മായിനെ കൊല്ലണ്, അതേപോലെ തന്നെ കൂട്ടുകാരന്മാര് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേര് തമ്മി തല്ലിയിട്ട് ഒരത്തനെ തല്ലി കൊല്ലണം. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ടൈമില് റിയാക്ഷൻ ചെയ്ത എനിക്കെതിരെ റിയാക്ഷൻ, അതായത് പാരന്റിങ്, എന്റെ പാരന്റിങ് കൊള്ളൂല പോലും. ഞാൻ മക്കളെ വളർത്തുന്നത് കൊള്ളൂല, ഞാനും സുഹാനയും മഷൂറൊക്കെ മക്കളെ വളർത്തുന്നത് കൊള്ളൂല, അവർക്ക് മക്കളെ വളർത്താൻ അറിയില്ല. ആരാ പറയണത്? കല്യാണം പോലും കഴിക്കാത്ത ഓരോരുത്തന്മാരും ഓരോരുത്തികളും വന്നിരുന്നിട്ടാണ് ഈ ക്യാമറ ഓൺ ആക്കിയിട്ട് റിയാക്ഷൻ ചെയ്യുന്നവരെന്ന് പറഞ്ഞിട്ടിരുന്ന് വെച്ച്. കല്യാണം പോലും കഴിക്കില്ല, ജീവിതം എന്താണെന്ന് അറിയില്ല, മക്കളെ വളർത്തിയ എക്സ്പീരിയൻസ് ഇല്ല. ഇങ്ങനെയുള്ള ആൾക്കാരാണ് എക്സ്പീരിയൻസിനെ പറ്റി പറയണത്, പാരന്റിങ്ങിനെ പറ്റി പറയണത്. എനിക്ക് 3 മക്കളുണ്ട്, മാഷാഅല്ലാഹ്. അപ്പൊ ഞാൻ എന്റെ മക്കളെ വളർത്തുന്നത് ചിലപ്പോ സ്നേഹിക്കേണ്ട ടൈമിലും സ്നേഹിക്കും, വളരെയധികം ഒരുപാട് സ്നേഹിക്കും, ശകാരിക്കേണ്ട ടൈമിൽ ശകാരിക്കും, ഉപദേശിക്കേണ്ട ടൈമിൽ ഉപദേശിക്കും, തല്ലേണ്ട ടൈമിൽ ചിലപ്പോ തല്ലിന്ന് വരിക്കും. അങ്ങനെ വളർത്തുള്ളൂ. ഇനിയും അങ്ങനെ തന്നെ. അത് ആര് പറഞ്ഞാലും എത്ര ഹെൽപ്പ് ലൈനും ചൈൽഡ് ലൈനിന്നും മറ്റേ മറിച്ചൊക്കെ കോള് വന്നാൽ പോലും ഞാൻ എന്റെ മക്കളെ തല്ലേണ്ട ടൈമിൽ ചൂരിലെടുത്ത് തല്ലുകയും ചെയ്യും. മനസ്സിലായോ? പഠിപ്പിക്കേണ്ട ടൈമിൽ പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കുകയും ചെയ്യും. ഇന്നത്തെ കാലത്ത് സ്കൂളിൽ പോലും ഒരു ചൂരിലെടുത്ത് അധ്യാപികമാർക്ക് അടിക്കാൻ പാടില്ല പിള്ളേരെ. അടിച്ചാലെന്താ അപ്പൊ തന്നെ കോള് തന്നെയാണ്. എന്റെ ഞാനൊക്കെ പഠിച്ചോണ്ടിരിക്കുമ്പോ എന്റെ തൊടടിച്ച് പൊടിച്ചിട്ടുണ്ട്. മനസ്സിലായോ? എന്റെ പാപ്പായും എന്റെ ഉമ്മായും കപ്പലയിൽ പറഞ്ഞ് സ്കൂളിൽ പോയിട്ടില്ല. കാരണം എന്താ? മക്കളെ തല്ലി വളർത്തണം. മക്കള് നേരെ ചൊവ്വ വളരാൻ വേണ്ടി ചിലപ്പോ തല്ലാണ്ട് വരും, അത് സ്വാഭാവികം. അതിന് ചിലപ്പോ ചൂരിലെടുക്കേണ്ടി വരും, ചിലപ്പോ കൈക്ക് 2 അടി അടിക്കേണ്ടി വരും. അന്ന് പറഞ്ഞ തല്ലിക്കൊല്ലണമെന്നല്ല വേണ, അതൊക്കെ സ്വാഭാവികം. ഇപ്പോഴത്തെ തലമുറയിൽ സ്കൂളിൽ ചൂരിലെടുക്കാൻ പാടില്ല, ടീച്ചർമാർക്കും സാറന്മാർക്കും ചൂരിലെടുക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ കൊലവിളിയും നിലവിളിയുമായിട്ട് പാരന്റ്സ് വരും, പിന്നെ കുറെ പുരോഗമന ചിന്താഗതിയുള്ള ആൾക്കാർ വരും, ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വരും. പക്ഷെ എന്ത് പറ്റും? അങ്ങനെ വീട്ടിലും അതേപോലെ പാരന്റ്സിനും സ്കൂളുകൾക്കും പിള്ളേർക്ക് ഉപദേശിക്കാനും ചൂരിലെടുത്ത് 2 അടി അടിക്കാനും സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. തമ്മി തല്ലി ചാകും, എല്ലാം കൂടെ തമ്മി തല്ലി ഡ്രഗ്സ് അടിച്ച് മറ്റടിച്ച് മറിച്ചടിച്ച്. എന്താ? ആരും ചോദിക്കാനില്ല, പറയാനല്ല, ഉദ്ദേശിച്ച് 2 വർത്താനം പറയാനല്ല. അതായത് ചൊല്ലിക്കോട് തല്ലിക്കളാണ്. ഈ തല്ലിക്കൊടുക്കാനുള്ള അവസരം കിട്ടണ്ടേ? അപ്പൊ തന്നെ വന്നല്ലേ കേസ് മക്കളുമായിട്ട്. അപ്പൊ തന്നെ കുറെ റിയാക്ഷൻ ചെയ്യണ, കുറെ റിയാക്ഷൻ ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന കുറെ അമ്മമാരും വരും.
മനസ്സിലായോ? അത് അമ്മമാർക്ക് ജീവിതത്തെ പറ്റി എക്സ്പീരിയൻസ് പോലും ഇല്ല. ചുമ്മാ ആർക്കാണോ കുറച്ച് നെഗറ്റീവ് എന്തെങ്കിലും ഉള്ളത് അവർക്കെതിരെ കൂടുതൽ നെഗറ്റീവ് പറഞ്ഞാൽ കൂടുതൽ വ്യൂവേഴ്സ് കിട്ടും, കുറച്ച് സോഷ്യൽ മീഡിയ കയ്യടി കിട്ടും, കമന്റിൽ ലൈക്ക് കിട്ടും, അതിന് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊക്കെ വളർന്നു വന്ന ഒരു സാഹചര്യങ്ങളുണ്ട്, ഞങ്ങളൊക്കെ വളർന്നു വന്ന ഒരു സ്റ്റൈലുണ്ട്. എന്റെയൊക്കെ തള്ളയും തന്തയൊക്കെ നോക്കിയ സ്റ്റൈലും എന്റെയൊക്കെ അധ്യാപികമാരും നോക്കിയ ഒരു സ്റ്റൈലുണ്ട്. ആ ഒരു സ്റ്റൈലിൽ വളർന്നു വന്നാല് ഒന്നും സംഭവിക്കില്ല. മനസ്സിലായോ? അൽഹംദുലില്ലാ അത്യാവശ്യം സെറ്റപ്പായിട്ട് നിൽക്കും, കുടുംബം നോക്കാനും പഠിച്ചിരിക്കും. മനസ്സിലായോ? പക്ഷെ ഇതല്ല, തോന്നി പോലെ വിട്ടേക്കണം. തല്ലാൻ പാടില്ല, ഉപദേശിക്കാൻ പാടില്ല, ഒന്നും പാടില്ല, അടിക്കാൻ പാടില്ല. തമ്മി തല്ലിപ്പോന്നാണ് പറയണം. തമ്മി തല്ലി ഡ്രഗ്സ് അടിച്ച് ലഹരി അടിച്ച് തമ്മി തല്ലി ചത്തോന്നാണ് പറയണം. ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഇപ്പൊ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. എന്താ അവർക്കെതിരെ മറ്റത് മറിച്ചത് അങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ. മക്കളെ നിങ്ങൾ നോക്കണം. ഞാൻ ഓരോ പാരന്റ്സിനോടും ഞാൻ പറയണേ, നിങ്ങളുടെ മക്കളെ നോക്കിയില്ലെങ്കിൽ നാട്ടുകാർ തല്ലേണ്ട അവസ്ഥ വരും. അത് നമ്മ കാണേണ്ടി വരും. അതിനേക്കാൾ ബെറ്റർ പാരന്റ്സ് തല്ലി വളർത്തുന്നതാണ്. മനസ്സിലായി? അതിനൊരു സ്നേഹമുണ്ട്, അതിനൊരു മര്യാദയുണ്ട്. നാട്ടുകാർ തന്നെയാണ് നമ്മൾ കാണേണ്ടി വരും. അപ്പൊ ആ ഒരു അവസരം വരാണ്ടിരിക്കാൻ വേണ്ടി ചിലപ്പോ ചില സാഹചര്യങ്ങൾ നമുക്ക് പാരന്റ്സ് നമ്മുടെ മക്കളെ തല്ലി വളർത്തേണ്ടി വരും. അത് നല്ലതാണ്. എനിക്ക് ഇത്ര പറയണമെന്ന് തോന്നി. കാരണം 2 വർഷം മുമ്പ് എനിക്കെതിരെ വന്നിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെ എനിക്ക് പുച്ഛമാണ് ആ ടൈമിലൊക്കെ തോന്നി. പുച്ഛം പരിഹാസവും എനിക്ക് തോന്നി. ആ ടൈമില് ഞാൻ പറഞ്ഞ റിയാക്ഷൻ ഇങ്ങനെ പലരും ഒരു 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 ഇത്തിരി വയറിലൊക്കെ ഒരു പെങ്കൊച്ച് വരെ ഉണ്ട്. അവള് വരെ ഭയങ്കര റിയാക്ഷൻ ചെയ്ത് എന്താ അവള് തന്നെ എന്താ സോഷ്യൽ മീഡിയ കൂടെ എന്തൊക്കെയാണ് വായിന്ന് വിളിച്ച് കൂക്കിയിട്ടുള്ളതെന്നറിയാവോ? അങ്ങനത്തെ ഒരു പെണ്ണ് വരെ റിയാക്ഷൻ. അവൾക്ക് ഭയങ്കര വലിയ റിയാക്ഷൻ ചെയ്യുന്ന ഒരാളാ, ഭയങ്കര. പക്ഷെ ഞാനൊന്നും അതിന് റിയാക്ട് ചെയ്യുന്നില്ല. കാരണം സീഡ് കേസ് അതിനൊക്കെ ഞാൻ റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് ഭ്രാന്താ. നമുക്കറിയാം, ഒരാളും റിയാക്ട് ചെയ്തിട്ടും കാര്യമില്ല, ഒരാൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്ക് എന്റെ മക്കളെ വളർത്തേണ്ട രീതി അറിയാം, അതിനൊരു ശൈലി അറിയാം. ഞാൻ അങ്ങനെ വളർത്തുള്ളൂ. അത് എന്റെ ലൈഫ് എക്സ്പീരിയൻസാ. അതിന് ഒരാളും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ 2 കെട്ടിയും മറ്റേവും മറിച്ചൊക്കെ പറഞ്ഞ ഒരു കാര്യമില്ല. എന്റെ മക്കളെ ഞാൻ നോക്കി വളർത്തുള്ളൂ. അതുകൊണ്ട് അന്തസ്സായിട്ട് എന്റെ മക്കള് ഞങ്ങൾ പറയണ കേട്ട് നല്ല അടിപൊളിയായിട്ട് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. നല്ല നല്ല രീതിയിൽ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുന്നുണ്ട്. തലതെറിച്ച് പോകാൻ വേണ്ടിയുള്ള ഒരു സിറ്റുവേഷൻ ഞങ്ങൾ ഒരുക്കി കൊടുക്കണമില്ല. അപ്പൊ ഇതൊക്കെയാണ് സംഭവം. എനിക്ക് ഇത്ര പറഞ്ഞില്ലെങ്കിൽ എനിക്കതെങ്ങനെ എനിക്ക് 2-3 ദിവസമായിട്ട് എനിക്ക് ഓരോ വാർത്തകൾ കണ്ടിട്ട് മനസ്സിൽ കണ്ടിട്ട് ഇങ്ങനെ വിങ്ങണാണ്. എനിക്കിങ്ങനെ കുറച്ച് വിങ്ങണാണ്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്ര പറഞ്ഞില്ലെങ്കിൽ അത് മോശമായി. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ കൊണ്ട് മാക്സിമം കുട്ടികൾക്ക് ഒരു ഫ്രണ്ടായിട്ടും ഒരു അഡ്വൈസറായിട്ടും എല്ലായിട്ടും നിൽക്കുക. പിന്നെ എല്ലാം നമ്മുടെ സൈഡിൽ നിന്ന് അവർക്ക് കൊടുക്കുക. അടിക്കുന്ന സമയത്ത് അടിക്കുക, സ്നേഹിക്കുന്ന സമയത്ത് സ്നേഹിക്കുക, എല്ലാം ചെയ്യുക. അപ്പൊ അവരുടെ രീതിയിൽ നന്നായിട്ട് വളർന്നോളൂ. ഓക്കെ ഗൈസ്, കഴിഞ്ഞു. ഞാൻ സെറ്റായി പോയി. പത്രം പറഞ്ഞു ഒരു വിഷമം മനസ്സിലായോ? പിള്ളേര് തമ്മിൽ തല്ലിച്ചാകുമ്പോ അതൊക്കെ കാണണം. ഇപ്പൊ ഒരത്തിലും ഒന്നും പറയാനില്ല. അതൊക്കെ കണ്ടിട്ട് ലൈഫ് ഇപ്പത്തെ ന്യൂ ജെൻ. ഗൈസ്, അപ്പൊ നമ്മളെ പരിപാടികൾ തുടങ്ങാം. ഞാനിപ്പോ മാംഗോസ് നല്ലോണം കട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ധാരാളം ഇട്ടോന്നല്ലേ? ഓക്കെ, സോനു അടിച്ചിട്ട് വൃത്തിയാക്കണ്ട്. ഞാൻ നല്ല നൈറ്റ് തന്നെ ചെയ്ത് കഴിക്കും ഗൈസ്. രാവിലെ എനിക്ക് സമയം ഉണ്ടാവൂല. അപ്പൊ ഇതൊക്കെ ഒന്ന് അതിലാക്കട്ടെ. അക്കോർഡിംഗ് ടു സയൻസ് കുറച്ച് അത് വലുതാവും. അതിനെന്താ പറയണേ? സയൻസ് കിഡ്സ് കം ഓൺ ഓസ്മോസിസ് പ്രോസസ്. എന്താണ് ഓസ്മോസിസ് പ്രോസസ്? നമ്മൾ റേസിൻസ് ഒക്കെ ഇടുമ്പോ കൊമളിക്കൂലേ?
നിങ്ങൾ മലയാളത്തിൽ പറയും കുതിർന്ന് വീർത്ത് വന്നു. അവന്റെ വീർത്ത് പൊട്ടത്. അപ്പൊ ഞാനൊരു 3 മാംഗോ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം? 3 മാംഗോ എടുത്തത് എന്താ ചെയ്യണം? നമുക്ക് പുതിയ മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. വീട്ടില് പുതിയ മിക്സി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പഴയതിൽ ഇട്ടോളൂ. കോമഡി ആക്കാന്ന് വിചാരിച്ചു, പക്ഷെ കോമഡി ആയില്ല. അത് ചിരിച്ചില്ല ഗൈസ്. നേരത്തെ ഒരു വിശപ്പ് തുടങ്ങി രാവിലെ തന്നെ. അത്താഴത്തിന് തിന്നാ മതിയായിരുന്നു എന്ന് തോന്നിച്ചു ഗൈസ്. എന്റെ കുട്ടിയുടെ സൗണ്ട് കേൾക്കണില്ല കേട്ടാ. അവന് സൈലന്റ് ആണെങ്കിൽ അവനെപ്പോഴും പോയി നോക്കാൻ. അവന് വയലന്റ് ആയിട്ടിരുന്ന അവൻ എന്തെങ്കിലും കളിച്ചോണ്ടിരിക്കുന്നു. അവൻ എപ്പോ സൈലന്റ് ആവും അപ്പൊ അവൻ ഒപ്പിക്കും മിൽക്ക്. ആ സമയത്ത് ഞാൻ ബീഫ് കഴുകി വരാം. ഓക്കെ, ഇന്ന് ബേബിക്ക് ബീഫ് കുരുമുളകിട്ടത് ഉണ്ടാക്കി. കുരുമുളക് ഇവരെപ്പ റാ പറയും, എപ്പ റാ പറയും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇപ്പൊ എല്ലാം റാ ആയിപ്പോയി. ഓക്കെ, ഇത് നമുക്ക് നല്ലോണം ബ്ലെൻഡ് ചെയ്യാം. നോട്ട് ആഡിങ് ഷുഗർ. യു ഗൈസ് ക്യാൻ ആഡ് ഷുഗർ ഇഫ് യു വാണ്ട്. നിങ്ങൾക്ക് ഷുഗർ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. മാക്സിമം ഷുഗർ അവോയ്ഡ് ചെയ്യൂ, ബിക്കോസ് മാംഗോ തന്നെ സ്വീറ്റ് ഉണ്ട്. അപ്പോ ലെറ്റ്സ് ബ്ലെൻഡ് ഇറ്റ്. ഓക്കെ ഓക്കെ. അപ്പൊ നല്ലോണം ഗ്രൈൻഡ് ആയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. യെസ്, ആയിട്ടുണ്ട്. മാംഗോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ഞാൻ 2 പാർട്ടീഷൻ ആയിട്ട് എടുക്കുന്നുണ്ട്. ഒന്നില് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാനുള്ളതുകൊണ്ട് ഒരു പാർട്ടീഷൻ, ഇത് നമുക്ക് ഓക്കെ. എനിക്ക് കുറച്ച് വെള്ളം, എന്താ പറയണ നിങ്ങൾ, വെള്ളം ചാലിച്ച് വരാം അതിലേക്ക് വേസ്റ്റ് ആക്കണ്ട. ഓക്കെ, 2 പോർഷൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സാഗോ വേവിക്കാൻ വെക്കാം. ഓക്കെ, സാഗോ ഞാൻ നേരത്തെ നല്ലോണം കഴുകിയിട്ടാണ് കുതിരാൻ വെച്ചത്. ഇതൊക്കെ നമ്മൾ വീട്ടിലങ്ങനെ യൂസ് ചെയ്യാറില്ലാത്തൊരു ഐറ്റമാണ്. നോമ്പില് സാഗോ വെച്ചിട്ട് നമ്മൾ ബേരീസ് ഒരു സാഗോ സൂചി അങ്ങനെയൊക്കെ ഉണ്ടാക്കും നോമ്പില് മുമ്പ്. ഇപ്പൊ പിള്ളേർക്കൊന്നും അതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇപ്പൊ എല്ലാ വീട്ടിലും കുറവാ. നിങ്ങളുടെ നാട്ടിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഗൈസ്? പറയൂ, യൂസ് ചെയ്യണമെങ്കിൽ ഇതിന്റെ വേറെ റെസിപ്പീസ് ഒക്കെ റെക്കമെൻഡ് ചെയ്യൂ കേട്ടോ, ബിക്കോസ് ഇറ്റ്സ് ഗുഡ് ഫോർ ഹെൽത്ത്, നല്ലതാണ്. അപ്പൊ ഇതൊന്ന് വേവട്ടെ. വേവുമ്പോൾ ഒരു ജെല്ലി ടൈപ്പ് ആയിട്ട് വരും, ട്രാൻസ്പെറന്റ് ആവും. അതാണ് അതിന്റെ വേവ്. ഹായ് ഹായ്, കാറുണ്ടോ? കാർ ഇതേത് കുഞ്ഞുവാവാണ് ഇവിടെ? ത്രോ 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 ത്രോ. നല്ല ആള്. What are you doing? ഉള്ളി 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 തിന്നണ്ടേ? നല്ല കറി. അപ്പൊ ഉള്ളിയൊക്കെ ഇടേണ്ടി വരും. സവാള ഇട്ടാൽ നല്ല ഉണ്ടാവൂലേ? കുഴപ്പമില്ല, ചെറിയ ഉള്ളിയാണെങ്കിൽ ഞാൻ ഇപ്പോഴും പുല്ല് വിടുന്നു. എല്ലാം വലിയ വലിയ ഉള്ളി, നല്ല ടേസ്റ്റ്. ഉള്ളി ഇടും. പടച്ചോനെ വെല്ലുള്ളി അവിടെ സ്വീകരിച്ചിരിക്കുന്നു. വലിയ വലിയ ഉള്ളി. ചെറുതാണെങ്കിൽ ഇവിടെ ഇരുന്ന് വിളിച്ചോണ്ടിരിക്കായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും വേണ്ടേ? യാ, വേണം. ഓക്കെ, അങ്ങോട്ട് പോകണ്ടേ? ഞാൻ കിച്ചണിലോട്ട് പോട്ടെ. തന്ന് 3 കളിക്കട്ടെ. ബൈ ഗൈസ്. ഇനി നമുക്ക് സാഗോ മാംഗോ ഡ്രിങ്കിലിടാൻ വേണ്ടി കുറച്ച് നട്ട്സ് ഞാൻ കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരേ ബൗളിലിട്ട്, ദിസ് ഇസ് ഫിഗ്, കാഷ്യൂ, പിന്നെ കുറച്ച് പിസ്താഷ്യോ ആൻഡ് ഇത് സൺഫ്ലവർ, എന്ത് സീഡാണ്? പംകിൻ സീഡ്. യാ, പംകിൻ സീഡ്. സാഗോ. അപ്പൊ ഞാനത് ചൂടുള്ളതല്ലേ, നമ്മൾ ഒരു അരിപ്പയിലിട്ട് വാഷ് ചെയ്തെടുക്കും. ഇങ്ങനെ പൈപ്പില് വാഷ് ചെയ്തെടുത്തിട്ടാണ് ഞാൻ അതിലിട്ട്. നമുക്കൊരു ഫിഗ് ബാക്കി വന്നു. ഞാനും വിചാരിച്ചതെന്താ അവിടെ വെച്ചേക്കും. സോനു ഈ ഇത്ര നട്ട്സ് കണ്ടപ്പോ തന്നെ സോനു നെഞ്ചിരിക്കാന്ന് പറയും. സോനു ഇഷ്ടമല്ല ഇങ്ങനെ ഡ്രിങ്ക്സിൽ കടിച്ച് തിന്നണ. അപ്പൊ ഞാൻ സോനു സോനു കുടിക്കണ്ട, സോനു കുഴപ്പമില്ല സോനു, ഞാൻ പിള്ളേരൊക്കെ കുടിച്ചു. സോനു നോ വേ, ഞാൻ എങ്ങനെയെങ്കിലും കുടിക്കും. നമ്മളൊരു കിഡിലൻ ബീഫ് കുരുമുളക് ഇട്ട് വെക്കാം. കുരുമുളകല്ലടി, കുരുമുളക്. എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കുരുമുളക്
ആ എനിക്ക് ഇപ്പളാ ബുദ്ധി ഒന്ന് അരിയണ്ടല്ലാതെ അങ്ങനെ ഭയങ്കര ചോപ്പ് ഏത് ഇതിലിട്ട് ആ ശരിയാ ഞാൻ വിചാരിച്ച ഉള്ളിയാണ് ഉള്ളി നമുക്ക് അങ്ങനെ വേണ്ട ഭയങ്കര ചോപ്പ് വേണ്ട വെള്ളമുണ്ട് അതിലിട്ട് മറ്റേ കറക്കണ സംഭവം എന്ത് കാണിച്ച് വെള്ളമുണ്ട് അത് പിന്നെ പേസ്റ്റ് പോലെ പോലെ സോ ഇൻഗ്രീഡിയൻസ് ഓൾറെഡി പിന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വലിയ പോട് അത് തുടച്ചിട്ട് കൊണ്ടാ പോരെ എത്ര ബുദ്ധിമുട്ടാ കഴുകി വെച്ചത് അങ്ങനെ ആ ബുദ്ധി വന്നില്ല ഇനി എണിക്കുമ്പോ വേണേ ഇത് അടിച്ചു കൊള്ളാം ഓക്കെ അപ്പൊ 2 പേർക്കുള്ളത് ഉണ്ടല്ലോ ഐ മീൻ 2 പോർഷൻ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ഇതാക്കാം സെറ്റ് ആക്കാം ഒരു പോസ് കൊടുക്കട്ടെ തമ്മിൽ ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പാടല്ലേ നിങ്ങൾക്ക് എന്ത് ആണോ എന്താണ് ബോസ് സോനു ബോസ് രണ്ടുപേരും ഒന്നിച്ച് ഓട്ടെ അതെല്ലാം വേണം ആ അത് തന്നെ അങ്ങനെ ഓക്കെ പാവട്ടെ അരമണിക്കൂർ ഇരിക്കും തമ്മിൽ പിന്നല്ലാണ്ട് തമ്മിൽ ചെയ്യാൻ വേണ്ടി എന്റെ കഷ്ടപ്പാട് ആയതുകൊണ്ടിട്ട് തമ്മിൽ ഒന്നും എടുക്കാറില്ല അപ്പൊ അതിന്നാണ് ബേബി സെറ്റ് ആക്കുന്നത് തമ്മിൽ എന്റെ കഷ്ടപ്പാടാണ് തമ്മിൽ ചെയ്യാൻ തമ്മിൽ വേറൊരു തമ്മിൽ എന്റെ ആവശ്യം ഒരു ബുദ്ധിയൊക്കെ പറഞ്ഞു തരുമ്പോഴത്തേക്ക് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നേ വെറുതെ ഓക്കെ നമുക്ക് ഒരു 70% ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ബിക്കോസ് ഇത് വലുതല്ലേ നമുക്കൊരു 30% പോരെ ബേബി മതി മതി കുറച്ച് പച്ചമുളക് വേണ്ടേ അത് നല്ല തണുപ്പാണ് പച്ചമുളക് വലിയ വേണ്ട ഇനി ഒരു 75% ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം മാംഗോ വേണ്ടല്ലോ സോൺ കടിച്ചു തിന്നാൻ പറ്റൂലല്ലോ സോണിന് മാംഗോ ഈസിയാ നട്ട്സ് ഒക്കെ എന്റെ പള്ളിക്കമ്പിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഇഷ്ടമല്ല 2 ഇൻഗ്രീഡിയൻസ് നമ്മൾ സോനു 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 ഇനി നമുക്ക് നട്ട്സ് ഒക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് 2 ഉണ്ട് അതില് അത്രേ ഉള്ളൂ അതെല്ലാം വടിച്ചെടുത്തോ ഇനി നട്ട്സ് ഇട്ട് കൊടുക്കാൻ പോണേ ഓക്കെ ഇട്ട് കൊടുത്തോളൂ ഉള്ളി ഇടാനതില് വാവ് അത് മാറ്റിക്കോ പക്ഷെ കുഞ്ഞുകുല മാറ്റിക്കോട്ടെ അത് നൈസ് റൈറ്റ് ലുക്കിംഗ് ഗുഡ് ഞാൻ സ്വയംവരം എനിക്കിഷ്ടമാണ് അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ യു ഹാവ് ടു അപ്രീഷിയേറ്റ് ലൈഫിൽ അപ്രീഷിയേഷൻ ആണ് ഇതിലേക്ക് അല്ല ബാങ്കിനോട് യു ആർ ലുക്കിംഗ് ഗുഡ് നല്ലല്ലേ നല്ല രസമുണ്ട് കാണാൻ നല്ല രസമുണ്ട് നല്ലൊരു ഡ്രിങ്ക് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നമ്മുടെ മധുരം ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ മധുരം ഇട്ടോ അടിപൊളിയായിരിക്കും കുറച്ച് മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീം ഇടുന്നുണ്ട് അത് കുഴപ്പമില്ല മധുരം ഇല്ല കുറച്ച് അപ്പൊ ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആയ ഫ്രഷ് ക്രീം കുനുകുനാന്ന് ആയ കുന്ന ഇത് വല്ല വാഴത്തിനുള്ള ചാലഞ്ച് ആണോ അല്ലെ കാണാൻ ഗുഡ് ആവാ ഇങ്ങനെ നോൺ വെജ് ചെയ്യുമ്പോ ജിഞ്ചർ ഗാർലിക് നമ്മൾ സോട്ട് ആക്കൂലേ സ്മെൽ സോ അരോമാറ്റിക് ഭയങ്കര അടിപൊളിയാണ് ഓക്കെ ഞാൻ ഇടാൻ പോണ ബേബി ഫ്രഷ് ക്രീം നമുക്ക് ഇത്ര പോരെ മതി അല്ലേ സോനു നിങ്ങൾക്ക് നോക്ക് ഞാനേറെ ചീത്താക്കരുത് പറയും ഇനഫ് സോ ആർ സ്പെഷ്യൽ മാംഗോ സാഗോ ഡ്രിങ്ക് ഇതിന്റെ ഒരു പിക്ക് നല്ല ലൂസാക്കണം വൈറ്റ് കിടന്ന് ലൂസ് ആയിക്കോളും വെള്ളം കുടിച്ചാൽ മതി കുടിച്ചതിന് ശേഷം ഇത്ര തിക്കില് കുടിക്കണം നമുക്ക് കട്ടിക്ക് നിക്കണ്ടേ നോക്കിയേ ഇനി എന്ത് ലൂസാക്കാം അല്ലേ കൊള്ളാം കണ്ടിട്ടൊരു നല്ല ഡ്രിങ്ക് പോലെ തോന്നുന്നുണ്ടല്ലേ ഇഫ്താറിന് പറ്റിയ ഗൈസ് ഇനി ഇത് ഞാൻ ചെറിയ ചെറിയ ചങ്ക്സ് ആയിട്ടാണ് കട്ട് ചെയ്യാൻ പോണത് ബിക്കോസ് ഇത് നമുക്ക് ടോപ്പിംഗ്സ് ആയിട്ട് ഇടാനാണ് നമ്മളെ സാഗോ വേവണ ടൈമില് നമുക്കിത് നല്ലോണം ഒന്ന് കഴിഞ്ഞ പുത്രന്റെ അടുത്ത് കളിച്ചിട്ട് അതുകൊണ്ട് പിന്നെ ഓരോ മൂടാണ് കണ്ടിന്യൂ ആയിട്ട് അവൻ കളിക്കൊന്നുമില്ല അപ്പോ ബേബി ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു
ബിക്കോസ് എപ്പോഴും ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഇവർ ലാസ്റ്റ് പോയിട്ട് നോക്കുവേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പണിയുണ്ട്. ഞാൻ കുറച്ചു നേരത്തെ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളത് മനസ്സിലായവര് മനസ്സിലായ രീതിയിൽ വളരെ ഷോർട്ടായിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതിനകത്ത് ഏറ്റവും നല്ല 5 കമന്റ് നമ്മൾ പിക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾ പറഞ്ഞ ടോപ്പിക് അല്ലെ? യെസ്. അതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ബേബി നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ടോപ്പിക് ഉണ്ടല്ലോ, അത് അതിനെ അനുകൂലിക്കുന്നവരും ഉണ്ടാവും, അനുകൂലിക്കാത്തവരും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. Okay, that's the question for today. All the best, guys. അപ്പൊ ഞാൻ ഇത് കുഞ്ഞായിട്ട് ചാൻസ് ചെയ്യണം എന്തിനാ അറിയോ? കടിക്കുമ്പോ ഇങ്ങനെ കിട്ടും വായിലിങ്ങനെ. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബേബിനെ വിളിക്കൂലേ, ഞാൻ ട്രൈപോഡ് ഇട്ടിട്ട് വെക്കാൻ നോക്കും. കുഞ്ഞ നല്ലായിരിക്കും. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മാംഗോ. സോനു ആവട്ടെ, സൈക്കു, സോനു വരെ എല്ലാ മാംഗോ എടുത്തോ. ഞാൻ പറയാ എത്ര കല്യാണം ഉണ്ട്, അത്ര ഇഷ്ടമാണ്. പപ്പായ, മാംഗോ, വാട്ടർമെലൺ, ഫ്രൂട്ട്സ് ഇഷ്ടം നമുക്ക്. നമ്മൾ സാഗ് കിടന്ന് തിളച്ച് മറിയുന്ന ട്രാൻസ്പെറന്റ് ആവണം, അതാണ് എന്റെ വേവ്. നമ്മളെ മാംഗോ സാഗോ ഡ്രിങ്ക് കഴിഞ്ഞപ്പോ സോനു പറയുന്നു, ഒരു ഡ്രിങ്ക് ഒന്ന് പോരാ നോമ്പ് തുറക്കാൻ, അടുത്ത ഡ്രിങ്ക് വേണം. അതുകൊണ്ട് ഫ്രഷ് ജ്യൂസ് നമ്മൾ ഉണ്ടാക്കുന്ന ബീഫിന്റെ ഫ്രഷ് ജ്യൂസ് ഒന്നും അല്ല കേട്ടോ ഗൈസ്. നമുക്ക് രണ്ടുപേർക്ക് പണി കിട്ടിയിട്ടുണ്ടല്ലേ പണ്ട്. ഇങ്ങനെ പോയി, പക്ഷെ നമുക്ക് കൊണ്ടിട്ടില്ല. ഇങ്ങനെ കണ്ടിട്ട് അറ്റ വരെ പോയി. അത് കൊള്ളാന പോലെ ഉണ്ട്. നീ ഫ്രണ്ട് വന്ന് നിന്നെ. അപ്പൊ കുമ്മട്ടിക്ക ജ്യൂസാണ്. അത് സോനു പാടി ഗൈസ്. അപ്പോ സോനു ഇഷ്ടമാണോ? കമന്റ് ചെയ്യൂ, നമുക്ക് കമന്റ് ചെയ്യൂ, ഓക്കെ. അപ്പൊ ഈ കുമ്മട്ടി ജ്യൂസ് അടിച്ചു വെക്കാം നമുക്ക് ഇഫ്താർ ടൈമില്. മഞ്ഞക്ക് ഇത് കുറവാണ്, പക്ഷെ ഇറ്റ്സ് ടേസ്റ്റി. നമുക്ക് ഇഷ്ടമായില്ലേ മഞ്ഞ കുമ്മട്ടി? ഇത് ഭയങ്കര ഇതാണ്, സ്റ്റിഫ്നെസ് ഇല്ല എന്നാണാ? ഇങ്ങനെ തിന്നായിട്ട്. ആ സ്റ്റിഫ്നെസ് ഇല്ല മറ്റേ പോലെ. ക്രഞ്ചിയാണ്. ബേബി ഫ്രീ ആണോ? ഒരു ബീഫ് കറി ഉണ്ടാക്കി തരോ? എനിക്കിഷ്ടമാണ് നിങ്ങൾ വെക്കണ ബീഫ് റോസ്റ്റ്. ഉണ്ടാക്കോ? ഷുവർ. So let's take another video, recipe video. Okay? Yeah. Yes. Okay, are you ready? Yes. Guys, എങ്ങനെ നമ്മള് ഇങ്ങനെ കിച്ചണിലുള്ള തിരക്കിന്റെ ഇടയിൽ അല്ലേ? Guys, അങ്ങനെ ബേബിയുടെ കിഡിലൻ ബീഫ് റോസ്റ്റ് വെച്ചിട്ടുണ്ട്. വേറെ വീഡിയോ നാളെ വരും. അതിന്റെ തിരക്കിന്റെ ഇടയില് പിള്ളേര് സ്കൂളിൽ നിന്ന് വന്ന് അപ്പൊ സുനു ഇന്നൊരു സർപ്രൈസ് ആയിട്ടാണ് ഗൈസ് വന്നത്. എന്താ സുനു സർപ്രൈസ്? മനസ്സിലാകുന്നില്ല. ഒരു ബാഡ്ജ് ഒക്കെ ഇരിക്കുന്നു, സ്മാർട്ട് ഗേൾ. നമ്മള് ആക്ച്വലി ഇന്ന് ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് രാവിലെ ഇതിനെപ്പറ്റി സംസാരിച്ചുള്ളൂ. പിള്ളേരുടെ നമ്മൾ വളർത്തുന്നതും സ്കൂളില് അധ്യാപകന്മാരൊക്കെ പിള്ളേരോട് പെരുമാറുന്ന രീതിയും എല്ലാം പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുള്ളൂ. കറക്റ്റ് ആയിട്ട് സുനു വന്നപ്പോഴത്തേക്ക് സുനുവിന്റെ സ്മാർട്ട് കേരള ബാഡ്ജും കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത് ഗൈസ്. നമ്മൾ നമ്മുടെ മക്കളെ നമ്മൾ നന്നായിട്ട് വളർത്തുന്നത് നമുക്ക് തോന്നണം. നമ്മൾ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യം നമുക്കില്ല. അവര് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അവര് പലതും പറയും. ന്യൂ ജനറേഷൻ രീതി പലതും പറയും. നമുക്ക് നമ്മുടെ രീതിയുണ്ട്. നമ്മൾ ഉപദേശിക്കേണ്ട ടൈമിൽ ഉപദേശിക്കുക. ചിലപ്പോ ഒന്ന് തല്ലുകൊടുത്ത് വളർത്തേണ്ട ടൈമിൽ തല്ലുകൊടുത്ത് വളർത്തുക. ശകാരിക്കേണ്ട ടൈമിൽ ശകാരിക്കുക. ഇതൊക്കെ ചെയ്യണം. എന്നാലേ നമുക്ക് നമ്മുടെ മക്കളെ നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഗൈസ് ഇപ്പോഴത്തെ ജനറേഷൻ അറിയാലോ, പണി പാളിപ്പോകും. അല്ല സുനു എനിക്ക് ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആണ്. അതെ സ്മാർട്ട് കേരള ബാഡ്ജ്. അല്ല എന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചില്ല. ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക സുനുവിന്റെ അടുത്ത്. ഞാൻ ഇന്ന് കറി വെച്ചതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കണായിരുന്നേ. അപ്പോഴും എനിക്ക് കത്തില്ല. പിന്നെ സുനു ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കണം കുറെ നേരം. അപ്പോഴാണ് നോക്കുമ്പോ ഒരു ബാഡ്ജ് സ്മാർട്ട് കേരള.
ദീദി സ്മാർട്ട് ഗേൾ ആയി ഇത്. അപ്പൊ ഉള്ളി വരുമ്പോ തന്നെ സുനു സൈബ് വാസ് ലൈക്ക് നമ്മളൊക്കെ എന്ത് വെക്കുമ്പോ ഇവർ വായിൽ പറയൂല, ഇന്ന് ഉള്ളി കേറുമ്പോ തന്നെ നല്ല മണോന്ന്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ അതല്ല ഉള്ളി കേറില്ല, സ്റ്റെപ്പിന്ന് കേറുമ്പോ തന്നെ ഒരു മണം. പിന്നെ ഉള്ളി പല്ല് പരിക്കാൻ നോക്കി. പല്ല് കാണിക്കാൻ എന്താ അതിന്റെ ഒരു കുഴപ്പമുണ്ട്, അതിങ്ങനെ ഇളക്കാനുള്ള ശ്രമത്തിലാണ്. പിന്നെ ഇതേപോലെ ഒരു പല്ല് അവിടെ ഉണ്ടായിരുന്നത് ഇങ്ങനെ അതിന്റെ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഒരു പല്ല് കയറി ഇറങ്ങി വന്നേക്കണത്. അത് ഇൻഷാല്ലാ കുറച്ചാളും കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്കത് കറക്റ്റ് ചെയ്യാനുണ്ട്. അത് പിള്ളേർ ഒരു 10 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് ചെയ്യാനാണ് ബെറ്റർ. ഇപ്പോഴേ നമ്മളത് പല്ല് ചെയ്യാണ്ടിരിക്കണമായിരുന്നു. അത് സൈഡ് നിനക്ക് തന്നെ തന്നെ കുറച്ച് കളയാനുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ വരുത്തിരി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു നൂലിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ കുളത്തിട്ട് അറ്റ വലിയ വലിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് പോകും. അത്രേ ഉള്ളൂ. അങ്ങനെ മേലെടുക്കുന്നില്ല. അപ്പൊ സ്മാർട്ട് ഗേൾ, ഓ സ്കൂളിലെ സ്മാർട്ട് ഗേൾ എന്താണ് ഇവിടെ എന്താണ് ഉമ്മായി മോനുകൾ അവർക്ക് അങ്ങോട്ടാ നോക്കില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ ബീഫ് കറി എന്തായി നോക്കട്ടെ. ഇറച്ചി കുരുമുളകിട്ട് പരട്ടി ചട്ടിയിലിട്ട് നാടൻ സ്റ്റൈലിൽ വെച്ചത് കാണിക്കണ്ടേ? ഒന്നാലും ജസ്റ്റ് കാണിക്കണം, എന്നാലും ജസ്റ്റ് കാണിക്കണം. ജസ്റ്റ് അങ്ങനെയല്ല, അല്ല ആണ്, പക്ഷെ അതൊക്കെ വെക്കണ വേറെ. ജസ്റ്റ് ഒന്ന് തുറന്നു കാണിച്ച് ഞാൻ വെച്ച കറി. സൈക്കിള് പോത്ത് സൈക്കിൾ പോതുവല്ലേ. അപ്പൊ ഈ ഒരു കിഡിലൻ റെസിപ്പി ബേബി എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് നാളെ രാവിലെ നമ്മൾ വീഡിയോ ഇടും. സ്റ്റേ ട്യൂൺ. നമ്മളെ ഡിന്നർ വീഡിയോ, റംസാൻ 3യുടെ ഡിന്നർ വീഡിയോ നമ്മൾ നാളെ ഇടും. അപ്പൊ സ്റ്റേ ട്യൂൺ അതിന് വേണ്ടി. പിന്നെ നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ പ്ലേറ്റും ചോറ് കണ്ടത് ഇത് ഞാൻ തിന്നെന്ന് വിചാരിക്കണ്ട, എപ്പോഴും വെള്ളം കൊടുക്കാൻ പോകുന്നത്. ഗൈസ്, അപ്പോ ചിക്കൻ കണ്ടു, അപ്പൊ തന്നെ ഒരു മോഹം വന്നു ഗൈസ്, ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാന്ന്. എന്തായാലും അടിപൊളി റെസിപ്പി ഉണ്ടാക്കുമ്പോ നിങ്ങൾക്ക് കാണിക്കാതിരുന്ന അതൊരു സുഖമുണ്ടാവില്ല. പക്ഷെ അടിപൊളി റെസിപ്പി ആയിരിക്കും, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ബി ഈസി. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ട് അത് കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു അയ്യോ ഇത് എപ്പോ ഉണ്ടാക്കി കഴിയാണ്. അതുകൊണ്ട് ഈസി ആയിട്ടുള്ള റെസിപ്പി കാണിക്കാന്ന് വിചാരിച്ചു. സോ ഇന്ന് കുറച്ച് ചിക്കൻ ഞാൻ ഇങ്ങനെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ബട്ടറൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ എന്താ ചിക്കൻ ബട്ടർ ഗാർലിക് ബ്രെഡ് ആണ് ഉണ്ടാക്കാൻ പോണത്. അടിപൊളിയായിരിക്കും, യമ്മി ആയിരിക്കും. ഗാർലിക് ഞാൻ ഇപ്പൊ എടുത്തിട്ടില്ല, ഗാർലിക് നമുക്ക് ഫ്രൈ ഒക്കെ ചെയ്യാനുണ്ട്, അത് പിന്നെ എടുക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണ്ടെന്ന് ഞാൻ പറയാം. ഓക്കെ, ലൈം ജ്യൂസ് വേണം മെയിൻ ആയിട്ട് നമുക്ക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കസൂരി മെത്തി, ചില്ലി പൗഡർ, കുറച്ച് സോൾട്ട്, ടർമറിക് പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ഇതെന്താണ് പെപ്പർ പൗഡർ. ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുത്താലോ 1 by 1. ആദ്യം തന്നെ നമുക്ക് ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആണ്. ഓക്കെ, ഇനി നമുക്കതിൽ കുറച്ച് കൊറിയാണ്ടർ പൗഡർ ഇട്ട് കൊടുക്കാം, കുറച്ച് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം, കുറച്ച് പെപ്പർ പൗഡർ. ഫുള്ള് ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് കേൾക്കണമെങ്കിൽ അത് അവിടെ ചെറിയ പുത്രൻ ഇരുന്നിട്ട് ബൈക്കും കാറിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആൻഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ഇടണുണ്ട് കേട്ടോ, ബിക്കോസ് അത്ര ചിക്കൻ ഉണ്ടല്ലോ നമുക്ക്. ആൻഡ് കസൂരി മെത്തി. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ലോണം മിക്സ് ചെയ്യാം. ഗൈസ്, ഗാർലിക് ഒന്ന് ഞാൻ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചത് കുറച്ച് കേർഡ് ആഡ് ചെയ്തിട്ട് നിങ്ങൾ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒരു 15 minutes മാറ്റി വെച്ചു. അപ്പൊ നമുക്ക് ബ്രെഡില് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു സംഭവം റെഡിയാക്കാണ്ട്, സ്പ്രെഡ് റെഡിയാക്കാണ്ട്, അതിനാണ് ഞാൻ ആ ഗാർലിക് എന്ത് ചെയ്തത്, ഫ്രൈ ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗാർലിക് ഞാനതാണ് നീ ഇപ്പൊ പറയുന്ന പോലെ വെയിറ്റ് ചെയ്യണത്. ഒട്ടുന്തര എന്താണ് നീ എന്നെ കൊണ്ടിട്ട് വെള്ളം കൊണ്ടിട്ട് എന്ത് സാധനം എന്നെ കൂടെ കൊടുക്കാൻ വേണ്ടി
ഇങ്ങോട്ട് പറയല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. സുനു എന്താ മലയാളം അറിഞ്ഞൂടെ? പൊട്ടിത്തെറിന്റെ കയ്യിലേക്കൊക്കെ വീണ മോത്തൊക്കെ വീണല്ല. ഒന്ന് ചതക്ക. ആഹാ നല്ല മണം. നല്ല മണമുണ്ട്, നല്ല നീറ്റലും ഉണ്ട് കയ്യിലേക്കൊക്കെ വീണത്. എന്റെ ആക്ച്വലി ഇതൊക്കെ ഇതിലിട്ടിട്ട് വേണം ചതക്കാൻ. പക്ഷെ നമ്മൾ നല്ല ബുദ്ധിയായിരിക്കും. അല്ല അങ്ങനെ ചെയ്യണ്ടേ? അത് ശരിയാ, ബാംഗ്ലൂർക്ക് അങ്ങനെയൊന്നും അങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ. ഞാൻ എന്നാലും ഇപ്പൊ ഇതാക്കിയിട്ടുണ്ടല്ലോ, ജസ്റ്റ് ഇതിലിട്ടിട്ട് ചതക്കാം. എന്താക്കണം നീ? ഉണ്ടാ പണിയുണ്ടാ? ജസ്റ്റ് ഇങ്ങനെ ചതച്ച് കൊടുക്കാം. ഓക്കെ, നല്ലൊരു സംഭവമാണ്. ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് കഷ്ടപ്പെടുന്നേ ഉള്ളൂ. അതൊക്കെ കഷ്ടപ്പാടാണ് അല്ലെങ്കിൽ അല്ലേ? പക്ഷെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ മണം കേൾക്കാനും ഉണ്ടെങ്കിൽ അടിപൊളിയായാലും. ഓരോ ഇൻഗ്രീഡിയൻസിനും നല്ലൊരു സ്മെല്ലായിരിക്കും. വേസ്റ്റ് ആക്കണ്ട, എല്ലാം ഇതിലോട്ട് ഇടാം. ഓക്കെ, ഇതിലോട്ട് ഇടാം നമുക്ക്. ഇത് നമുക്ക് സ്പ്രെഡിനുള്ള ഒരു സംഭവം കേട്ടോ. ഈസി അല്ലേ? 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 ഓക്കെ, ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ബട്ടർ ഉണ്ട് കേട്ടോ, ഒരു പീസ് ബട്ടർ കണ്ടല്ല. നല്ല ബട്ടർ. ഇത് ഒട്ടിപ്പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഒട്ടിപ്പിടിച്ചിരിക്കും. വന്നില്ല ഗൈസ്, അത് ഒട്ടിപ്പിടിച്ചിരിക്കട്ടെ അവിടെ. ഓക്കെ, ഇനി നമ്മള് ബാക്കിൽ അസിസ്റ്റന്റ് ഉണ്ട്. ലിറ്ററലി ബിസി. ഇനി പതുക്കെ ചതക്ക ബേബി, നിങ്ങൾ പേടിക്കണ്ട, പതുക്കെ. ഓക്കെ, നിങ്ങള് ഒന്നും പറ്റൂല സിറമിക്കിന്. അല്ല അങ്ങനെ വേണം ചെയ്യാൻ, എന്നാലും കൈ വെച്ച് ഇങ്ങോട്ട് തിരുമിയ പോരെ. അതിപ്പോ അവള് പൊട്ടൂട്ടാ. ഇല്ല, ഇതേപോലുള്ള ബുദ്ധിപരമായ നീക്കങ്ങൾക്ക് സമീപിക്കുക മഷൂർ ബഷീർ യൂട്യൂബ് ചാനൽ. എന്താണ് അടുത്ത ആൾക്കാരത്തിൽ വരുന്നുണ്ട്. എന്താ പറ്റി? എന്താ പറ്റി? ഓക്കെ, അങ്ങനൊന്നും വലിയ കാര്യം. അവളാണ് അവള് ഇവള് ഈ കാര്യം നടക്കാത്തോണ്ടിട്ട് ഒന്ന് ബേബി പറഞ്ഞ പോലെ 18 തുടങ്ങി കൈക്ക് മിക്സ് ചെയ്യാം. ഇത് കൈ തന്നെ ഇതാക്കുമ്പോ നല്ലോണമുണ്ട് സ്പ്രെഡ്. ആദ്യമേ കെട്ടും പറഞ്ഞ കേട്ടൂടെ? പിന്നല്ലാണ്ട് മര്യാദ ഞാൻ പറഞ്ഞു. പരിഷ്കാരമൊക്കെ അത് കൊണ്ടുപോയിട്ട് കല്ലിലിടിക്കണ്, സെറാമിക് ബൗളിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട്. ഇത് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. സോ ഐ ആം ഗോണ പ്രിപ്പയർ 5 ബ്രെഡ്. നമുക്ക് 5 പേർക്ക് അങ്ങനെയല്ല, 1 2 3 ഓരോ സ്ലൈസ് ഒരു ബ്രെഡ്. തടി വെക്കണ്ട ആറ് പകരം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സ്പ്രെഡ്. 5 സ്ലൈസിൽ സ്പ്രെഡ് ഉണ്ടാവോ? ഓഫ് കോഴ്സ്. ഐ തിങ്ക് ഒരു 3. നോ വേ, ഞാനല്ലേ ഉണ്ടാക്കി. ഗാർലിക് ബ്രെഡ്. ഓക്കെ, നമ്മുടെ ഫില്ലിങ്സും റെഡി ആയിട്ടുണ്ട്, സ്പ്രെഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫില്ലിങ്സ് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ 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 ഓക്കെ. ഒരു കുറച്ച് ഓയിൽ എടുക്കുള്ളൂ നമുക്ക്. അതിനകത്ത് കയറി പിടിക്കണ്ട. കുങ്കും എന്താണ് കുങ്കും? എനിക്ക് അറിഞ്ഞൂടെ എന്താ കുങ്കും. ബേബിക്കറിയോ എന്താ കുങ്കും? 2 3 എവിടെ? ഒന്നുമില്ല, വെറുതെ 2 3 എവിടെ എവിടെ കുഞ്ഞി? 2 2 ഓക്കെ, ചൂടായിട്ടുണ്ട്. നമുക്കത് നമ്മുടെ ചിക്കൻ ഞാൻ എല്ലാം എടുക്കണില്ല കേട്ടാ, നാളെ അതിന്റെ കറി ഉണ്ടാക്കാൻ കുറച്ച് എടുക്കാം. ഇന്ന് നമുക്ക് 5 പേർക്കുള്ള സംഭവം മാത്രമേ എടുക്കുള്ളൂ. കുറച്ച് പറഞ്ഞിട്ട് ഓയിൽ എടുത്തിട്ടുള്ളൂ. നല്ലോണം ഫ്രൈ ആക്കി എടുക്കണം നമ്മുടെ ചിക്കൻ. മതിയില്ലേ? അല്ല മതിയില്ലേ? നല്ലോണം ഫ്രൈ ആയി. അല്ല ഇത്
ഏതാണ് ബ്രോ? ഈ ബോട്ടിൽ എണ്ണയുടെ വന്നപ്പോൾ തന്നെ അതിൽ കണ്ണ നമ്മൾ പർച്ചേസ് ചെയ്തില്ലേ, അന്ന് തൊട്ട് അത് ചോദിച്ചുകൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യം കൊടുത്തായിരുന്നു ഞാൻ ഫീൽ ചെയ്യണം മുമ്പ്. ജസ്റ്റ് ഒന്ന് അവിടെ ആ എക്സൈറ്റ്മെന്റ് തീരട്ടെ എന്ന് വിചാരിച്ചു നോക്കട്ടെ മുമ്പ് സംഭവം അത് നോക്കാൻ വേണ്ടി കൊടുത്തത്. ഇപ്പൊ കൊടുത്താൽ ശരിയാവില്ല, പുള്ളി എണ്ണയാണ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ഗെറ്റ് ഫ്രൈഡ്. സോ ഗൈസ്, ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ സ്പ്രെഡ് ഞാൻ 5 ബ്രെഡിന് വേണ്ടി 5 സെപ്പറേറ്റ് പോർഷൻ ആക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ചിക്കൻ ഫ്രൈസ് റെഡി. ഓക്കെ, ഇനി നമുക്ക് ബ്രെഡിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്തായിരുന്നല്ലോ, ഇപ്പൊ സ്പ്രെഡ് ചെയ്തില്ലേ? ഞാൻ അങ്ങനെ ഫുഡിൽ സ്പ്രെഡ് ആക്കുമല്ല, ഞാൻ പുറത്തോട്ട് സ്പ്രെഡ് ആക്കി. ആ സ്പ്രെഡ് മതിയാവൂല എന്ന് പറഞ്ഞ ആളിങ്ങോട്ട് വന്നേ. അയ്യോ, ആ സ്പ്രെഡ് മതി. സ്പ്രെഡ് മതിയാവൂല എന്ന് പറഞ്ഞ ആള് വന്നേ. ഒത്തില്ല, ഇതെനിക്ക് വേണ്ടട്ടാ. ഏത്? എനിക്ക് ഇത് ഏറ്റവും കൂടുതൽ. ഏറ്റവും കൂടുതൽ ഇതില് പക്ഷെ നിനക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം ഉണ്ട്. പക്ഷെ ഗാർലിക് ബ്രെഡില് ആ ഗാർലിക് ബ്രെഡിന്റെ ടേസ്റ്റ് ഗാർലിക്കിന്റെ വരൂല, നല്ല ടേസ്റ്റ്. ഗാർലിക് അല്ല, കൊറിയാണ്ടർ നിനക്ക് ഇഷ്ടമല്ലല്ലോ. ശരിയാണ്, പച്ചപ്പ് കൂടുതലുണ്ടല്ലോ. പക്ഷെ നല്ലതായിരിക്കും. പക്ഷെ ഗാർലിക് ബ്രെഡ് പ്രകൃതിയുടെ ഭംഗി മൊത്തം ഉണ്ട് അതിന്റെ അകത്ത്. എനിക്കും ഇഷ്ടം ഗാർലിക് ബ്രെഡ്. ഐ മീൻ ഗാർലിക് ബ്രെഡ് സ്പ്രെഡ്. ചിക്കൻ കുറെ ഇട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കാണുമ്പോൾ ലുക്സ് യമ്മി. ആൻഡ് ലെറ്റ്സ് സീ എങ്ങനെ ഉണ്ടാവും നോക്കാം നമുക്ക് കഴിച്ചിട്ട്. ആൻഡ് ലെറ്റ്സ് സീ ദ അഭിപ്രായം. ഗാർലിക് ബ്രെഡ് സാധാരണ കഴിക്കുമ്പോ നമ്മൾ ഇവിടെ കഴിക്കുമ്പോ ഇതുപോലെ ഉണ്ടാക്കാറുണ്ടല്ലോ, അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഈ ചിക്കനിലെ ഫില്ലിങ്ങും കൂടി വരുമ്പോ ഡബിൾ ടേസ്റ്റ് ആയിരിക്കും. ഡബിൾ ടേസ്റ്റ് ആയിരിക്കും. ഗൈസ്, കുറച്ച് എക്സ്ട്രാ ചീസും വേണം. ചീസ് ഓക്കെ, ഏതാണ് കുറെ ചീസ് ഇട്ട് തരാമല്ലോ. കാണുമ്പോ തന്നെ നിറച്ച് ചീസ് ഉള്ളതുകൊണ്ട് എന്താണ്. ഗൈസ്, ഹൗസ് യുവർ റംദാൻ ഗോയിങ്? ഇന്ന് 3 നോമ്പായി. നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ? ഇവിടെ ഭയങ്കര ഹീറ്റിന്റെ പ്രോബ്ലം മാത്രമേ ഉള്ളൂ, ഭയങ്കര ചൂടാണ് ഇവിടെ, അതിന്റെ പ്രോബ്ലം മാത്രമേ ഉള്ളൂ. റെസ്റ്റ് എവറിത്തിങ് ഈസ് ഗോയിങ് വെൽ. റംദാൻ തണുപ്പുണ്ടെന്ന് പറയണ്ടായിരുന്നു. അത്ര ചൂടില്ല, കുഴപ്പമില്ലാത്ത സൈസ് ക്ലൈമറ്റ്. ആൻഡ് ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ അതിൽ നിന്ന് വൈറ്റ് ചെയ്തെടുത്തോട്ടെ. ബിക്കോസ് ഇറ്റ്സ് ബട്ടർ റൈറ്റ്, യു കാൻറ്റ് വേസ്റ്റ് ഇറ്റ്. എക്സ്ട്രാ അതെനിക്കപ്പോ അല്ലേ? ആലെ കൊണ്ടർ ഇത് നീ നോക്കാവോ? എനിക്കില്ലേ ബട്ടർ കൊണ്ട് അടുത്ത ഡേറ്റ് ചെയ്യണത്. ലിറ്റിൽ ബട്ടർ ഈസ് ഗുഡ്, ലിറ്റിൽ ബട്ടർ ഈസ് ഗുഡ്. നല്ല സ്റ്റോൺ പറഞ്ഞ പോലെ ഗാർലിക്കിന്റെ ഒരു ഫ്ലേവർ ഒക്കെ ആയിട്ട് യമ്മി ആയിട്ടുണ്ട് കേട്ടോ. സ്പൂണിൽ തന്നെ ഇടാം ഞാൻ. സോ ലെറ്റ്സ് ഫിൽ ഇറ്റ്. സൈഡിലൊക്കെ ഒന്ന് സപ്പോർട്ട് ആക്കി കൊടുക്കണ്ടേ മറ്റേ ഹാൻഡില്, ബിക്കോസ് I smell so good by the way. I hope ഇതൊരു പിസയുടെ കസിൻ ആയിട്ട് ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഇനിയിപ്പോ ഇങ്ങനെ വെക്കോ? ഓവനിൽ വെക്കും. നമ്മൾ ചീസ് ഇട്ടിട്ട് മുകളിൽ ചീസ് ഇടും, എന്നിട്ട് ഓവനിൽ വെക്കും. അപ്പൊ ചീസ് മെൽറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അവന് സെറ്റാക്കി തന്നോളൂ. സോനു പറഞ്ഞ പോലെ നിറച്ച് ചിക്കനൊക്കെ ഫിൽ ചെയ്തിട്ട് നമുക്ക് വെക്കാം. ബേബി കഴിച്ചിട്ടില്ലല്ലേ ഇത് ഇതുവരെ? ഇന്ന് പോയി സെറ്റ് ആയിട്ടുണ്ട്. ഇനി സോനിന് പറയാം, സോനിന് ഏത് വേണോ? സോന് പറ, സോന് ഏത് ചിക്കൻ എനിക്ക് വേണം, ഞാൻ മാറ്റി വെക്കും. ഞാൻ ഈ ഫോണിൽ കൂടി നോക്കുമ്പോ ഇത് കൂടുതലുള്ള പോലെ അല്ലേ? ഈ ആംഗിൾ ഇത് അഡീഷണൽ ആണ് ഒറിഗാനോ. സോനു പറഞ്ഞോണ്ട് ഞാൻ ഇച്ചിരി സ്പ്രിങ്കിൾ ആക്കാം. കുറച്ച് പിസ്സ ഫ്ലേവർ അങ്ങനെ ഒരു ഫീല് കിട്ടും. ഇത് ആക്ച്വലി പിസ്സ പോലെ തന്നെ ഉണ്ടാവും. ഗാർലിക് ബ്രെഡ് മതിയില്ലേ ഓൾറെഡി മൊസറല്ല ചീസ്. ഈ ട്രേ ഓവനിൽ ഇരിക്കൂലല്ലോ? അല്ല, ഞാനിപ്പോ അസംബിൾ ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. കുഞ്ഞിലേക്ക് വെക്കുന്നു 2 സെറ്റായിട്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് വെക്കണ്ട, നമുക്ക് അതൊന്നും തൊറയുടെ ടൈമിൽ വെക്കാം. ബിക്കോസ് അത് കട്ടിയാവും ചീസ് ഒന്നും. ഒരു 5 minutes മുമ്പ് നമുക്ക് വെക്കാം. മതിയില്ലേ?
അങ്ങോട്ട് ഇടുക. സോണിയുടെ ടോണിൽ സംസാരിക്കും. നീ ഇടക്കാ ടോണിൽ സംസാരിക്കും. അത് ഇങ്ങടെ ഇടുക. അതെവിടുത്തെയാണ് സോനു ഭാഷ? മറ്റേ നമ്പൂതിരികളൊക്കെ സംസാരിക്കണ പോലെ ഇങ്ങടെ ഇടുക. എന്താ ഈ കുട്ടി കാണിക്കണേ? ശരിയാ. അതിന്റെ ഇടയിൽ വേറെ ഭാഷ, തൃശ്ശൂർ ഭാഷ. ഇനി ഇത് മുടി വെച്ചിട്ട് പോട്ടെ. ഇനി എവിടെ? 5 o'clock ഒക്കെ ഇനി 5 o'clock ഒക്കെ കഴിഞ്ഞ് ഞാൻ എപ്പോഴും പുറത്ത് കൊണ്ടുപോയിട്ട് വരാം. ഒരു 3 ദിവസമായി ഇപ്പൊ പാവ പുറത്ത് പോകാതെ. ജസ്റ്റ് നേരത്തെ ഒന്ന് ഡോർ തുറന്നപ്പോ തന്നെ സുണു പറയണായിരുന്നു ക്രോക്സ് ഒക്കെ എടുത്ത് പോകാൻ പോണ മഷുമി പാവാന്ന്. പുറത്തത്തെ ലോകം. ഞാൻ അവനൊന്ന് പുറത്ത് കൊണ്ടുപോയി വന്നിട്ട് അപ്പൊ നമുക്ക് തിരക്കുള്ള ടൈം ആവും. നമ്മൾ ഇന്നത്തെ കടികളും ഉണ്ടല്ലോ, മറ്റേ ഫ്രോസൺ ആക്കി വെച്ചിട്ടുണ്ട്. ഫ്രോസൺ ആക്കി നമ്മൾ ഡബിളായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇന്നലത്തെ. അപ്പൊ അതും ഇതും കൊണ്ടുവന്നിട്ട് നമുക്ക് സെറ്റ് ആക്കാം. ഗൈസ്, ഞാൻ എബുന്റെ അടുത്ത് ബൈ ബോ ലെറ്റ്സ് ഗോ ഔട്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ എങ്ങനെയായിരുന്നു സോനോയുടെ റിയാക്ഷൻ? എങ്ങനെയാ കാണിച്ചത്? ഞാൻ ഇങ്ങോട്ടാണ്. ഇത് സോനു ഇപ്പൊ എബു ആണ്. എബു കം ബേബി ലെറ്റ്സ് ഗോ ഔട്ട്. നിനക്ക് പുറത്തു പോണല്ലോ. കം ബേബി ലെറ്റ്സ് ഗോ ഔട്ട്. യൂഷ്വലി നമ്മള് റംദാൻ അല്ലാത്ത ടൈമിലൊക്കെ ഗോ ഔട്ട്. ഇപ്പൊ പുറത്തിറങ്ങാൻ തന്നെ സമയമില്ല. ഓ, സൺസെറ്റ് ഒന്നും ആയിട്ടില്ല. സണ്ണ് മൊത്തടിക്കുണ്ട്. ആന്റി ഡോറൊക്കെ അടിച്ച് ഗേറ്റൊക്കെ അടിച്ചിരിക്കണം. സോനു ഗേറ്റൊക്കെ തുറക്കുന്നു. ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആന്റി നമ്മളെ മറന്നോ? ആന്റി ഉറക്കമാണോ? ആന്റി ഉറങ്ങാറില്ല യൂഷ്വലി. ഹായ്, സന്തോഷായോ എന്റെ കുഞ്ഞി? സന്തോഷായോ? സോനു വന്നിട്ട് ഫാൻ ഇട്ടിട്ട് അവിടെ ഒരു ഇരിപ്പാണ്. അതൊക്കെ എടുക്കണ്ട, വേണ്ട വേണ്ട വേണ്ട, നമുക്ക് ടൈമില്ല. ജസ്റ്റ് ഇവനൊന്ന് പുറത്തിറക്കിയതാ. മറക്കൂല അവൻ, മറക്കൂല. No, 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 baby, no. Oh, oh, no, baby. Ba, ba, da, auntie, no, okay. Wow, wow, എന്താ ഇത്? ഇതെന്താണ്? ബോലാണോ അത്? കുഞ്ഞു ബോലാണോ? എന്താണ് അപ്പൊ അത്? എന്താണത്? ബൂബു ഡോഗ്. ബൂബു. പുറത്ത് പോയി വന്നിട്ട് നമ്മൾ എല്ലാം പൊടിച്ചു വെച്ചിട്ടുണ്ട്. സോനു പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ ബോക്സ്, പിന്നെ കട്ട്ലേറ്റ് കുറച്ച് ഫ്രീസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത്. പിന്നെ ഇത് റെഡിമെയ്ഡ് ചിക്കൻ ഫിംഗേഴ്സ് ഐ ഗെസ്. ആൻഡ് അടുത്ത പണി സോനത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓ, ഇങ്ങനെ കട്ടാക്കി എത്ര വല്ല പീസ് എങ്ങനെ വായിലോട്ടിടണം? എനിക്ക് ആകെ തോടുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അത് ഇങ്ങനെ കടിച്ച് കടിച്ച് ഇതപ്പോ അങ്ങനെ തന്നെ വായിലോട്ടിണ്ടാവും. പക്ഷെ മറ്റേത് ഭംഗിയുണ്ടാവും. ഇത് ഭംഗിയുണ്ടാവൂലേ? ഭംഗിയുണ്ടാവൂല, പക്ഷെ വായിലോട്ട് എടുത്തിട്ടാ മതി. മറ്റേത് ഇങ്ങനെ അങ്ങനെ ബുമ്മെന്നിട്ടാ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് ചിക്കൻ ബട്ടർ ഗാർലിക് ബ്രെഡ് നമുക്ക് ഓവനിൽ വെക്കാം. ഗൈസ്, ലെറ്റ്സ് സീ എന്തായിട്ടുണ്ട് നോക്കാം. നമ്മുടെ വാവ്, മെൽറ്റ് ആയിട്ടുണ്ടാക്കിയ ചീസൊക്കെ പൊളി. യം യം യം. നമുക്ക് അടുത്ത സെറ്റ് കൂടെ വെക്കാം.
കംപ്ലീറ്റ് ആയി. നോമ്പോ ഇന്ന് നമ്മ വെള്ളം എടുത്തില്ലല്ലോ സോന, എനിക്ക് കുറച്ച് തരണേ പ്ലീസ്. എന്നെ മാത്രം ഷൂട്ട് ചെയ്യണ്ടത് അവിടെ ഷൂട്ട് ഇന്നലെ അങ്ങനെ ആയിരുന്നില്ലല്ലോ, നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നില്ലാതായിരുന്നല്ലോ. ആര് സോനു ലെറ്റ് ഷെയർ. ഓ ബിസ്മില്ല. സമാധാനം. അപ്പോൾ ഇന്ന് ഈവനിങ്ങിന് ശേഷം വളരെ ടയറിങ് ആയിരുന്നു, വെരി ടയർഡ് ഐ വാസ്, ഒട്ടുമയ്യായിരുന്നു ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ കട്ട്ലറ്റ് കഴിക്കാം. യമ്മി മാഷാഅല്ലാ. എന്താ സൂപ്പർ. പറ കട്ട്ലറ്റ് കഴിക്കും. ഇനി കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാം. മാഷാഅല്ലാ ടേബിൾ കാണാൻ കൊള്ളാം, അടിപൊളി. കുമ്മട്ടി റാണി. സോനൊരു പാലസ് ഉണ്ടെങ്കിൽ സോനന്റെ സാമ്രാജ്യത്തിൽ സോനന്റെ പേര് കുമ്മട്ടി റാണി. ഓ നോ, നമുക്കില്ല മധുരം വിതൗട്ട്. അതും വലിയ ഗ്ലാസ് തന്നേപ്പോ വിതൗട്ട്. എനിക്കൊരു ഓട്ടം നോട്ടൗട്ട് കുടിച്ച് നോക്കട്ടെ വിതൗട്ട് എങ്ങനെ ഉണ്ടോ. നോമ്പ് പിടിച്ചിട്ട് ഇതൊക്കെ കുടിക്കണോണ്ടാന്ന് അറിഞ്ഞൂടാ, വിഷാണോ? നിങ്ങൾ ചെയ്യാറുണ്ടോ ഇത്? എന്റെ കാലം മുതലേ ഉണ്ട്. അതിന് മുന്നേ നമ്മള് ഐലാഷിന്റെ ഇതെടുത്തിട്ടും വിഷ് ചെയ്തിട്ട് ഇങ്ങനെ ഊതൂലേ, നമ്മൾ പണ്ടോട്ട് ചെയ്യും. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ തന്നെ ചെയ്യാറുണ്ട്, ഇപ്പോഴും പിള്ളേർ ചെയ്യണ്ട്. എന്ത് ഇവർക്കൊക്കെ ഇവിടെ തോന്നണം, ഇവരൊരു വേറെ ജനല്ലേ, പണ്ടത്തെ ജനൽ. നമ്മുടെ അമ്മച്ചിയുടെ പ്രായത്തിലേ ഊതാറുണ്ട്. എന്താണ് പ്രശ്നം? ഊതാ, ഞാൻ ഊതാ. ഞാൻ എന്തായിരിക്കും വിഷ് ചെയ്ത് ഗസ്റ്റ് ചെയ്യും. അയ്യോ ഇത് അതല്ലാട്ടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. അങ്ങനെ വിചാരിച്ച് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ഇടക്കിടക്ക് ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ പറയും. ഇതൊന്നും കാര്യമാക്കട്ടെ. അല്ലോ ഞാൻ കഴിച്ചിട്ടില്ല. ആരാ രണ്ടാമത് രണ്ടെണ്ണം കിട്ടിയ? നിങ്ങൾക്ക് രണ്ടെണ്ണം കിട്ടിയ? നിനക്കല്ലേ കിട്ടാ? സത്യം പറയൂ. പതുക്കെ പതുക്കെ നീ കഴിച്ചാ? ഞാൻ ഇത് രണ്ടാമത്തെ. സുനോൺ വിശപ്പില്ല, ഞാൻ കഴിച്ചു. അങ്ങനെയാണെങ്കിൽ കഴിക്കാതെ. Guys, eat this one. കഴിക്കൂ. ഇത് കൊള്ളാട്ടാ, അടിപൊളിയായിട്ടുണ്ട്. ബേബിയും പറഞ്ഞു കൊള്ളാന്ന്. ഞാൻ പറഞ്ഞേ ജ്യൂസ് വെച്ചോണ്ട് ബോബിന്നയ്യത്. മോൻ കഴിക്കണം, മോനെ കഴിച്ചാലോ. പറ മോനെ എങ്ങനെയുണ്ട്? ഓ പറയണ്ടോ, പല്ലിനൊന്നും ഇറങ്ങണ്ടേ? സൈഡാണോ കിട്ടിയേ? ആ കടിച്ചപ്പോഴത്തേക്ക് എന്റെ പല്ലിന്റെ ഇടയില പല്ലില്ലാത്ത ഗ്യാപ്പിൽ കൂടെ ഉടുന്നു തോന്നുന്നു. 3 marks. 3 marks. ബേബി ഇഷ്ടാണ്. അടിപൊളി കിട്ടല. മാംഗോ സാഗോ മാംഗോ കുടിച്ചേ. ജസ്റ്റ് ഒരു സിപ്പ് എടുത്തേ. അതെങ്ങനെ? അത് ഇന്നാളത്തെ നമ്മള് പൊറിച്ചു വെച്ചതല്ല, നമ്മ ഫ്രോസൺ
നമ്മ കൂടുതൽ ഉണ്ടാക്കി വെച്ച് കൂടുതലല്ല വലിയ ആക്രാന്തത്തിന്റെ അങ്ങനൊന്നുമില്ല. ഇന്നത് ഇഷ്ടമായല്ലോ അത് എല്ലാവർക്കും. ഫ്രീസറിൽ വെച്ച് ഇന്ന് പൊരിച്ചു. നിറച്ച് ഫ്രൂട്ട്സും കഴിച്ചോട്ടാ. കടികൾ മാത്രം കേട്ടല്ലേ എല്ലാരും. ഫ്രൂട്ട്സും നല്ലോണം കഴിക്ക എല്ലാരും. ഇന്ന് കിഡിലൻ ബീഫ് കറിയും നാസ്റ്റും ഒക്കെ ഉണ്ട് നമുക്ക്. ഫില്ലായിട്ടാണ് പെട്ടെന്ന് ഇങ്ങനെ വേറെ ഫുള്ളായിട്ട് അപ്പോ ഇന്നത്തെ നോമ്പ് ഒരു അടിപൊളിയായിരുന്നു മാഷാഅല്ലാ. അപ്പൊ ഇനി നമുക്ക് എന്തായാലും ഒരു ഡിന്നർ വീഡിയോ എടുക്കാറുണ്ട്. ബിക്കോസ് ഇന്ന് ബേബിയാണ് കറി വെച്ചത്. ബീഫ് കുരുമുളക് ബീഫ് കുരുമുളക് ഇട്ട ബീഫ് കുരുമുളക് വരട്ടിയത് അതിന്റെ വീഡിയോ. വാ ഞാൻ എന്താ പറഞ്ഞേ? എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവണ്ടല്ലോ അത് തന്നെ. അപ്പോ ആ കറിയായിട്ട് കഴിക്കുന്ന ഡിന്നർ വീഡിയോ നാളെ രാവിലെ പോസ്റ്റ് ചെയ്യാം. ഇന്നത്തെ ക്വസ്റ്റൻ നിങ്ങൾക്ക് അറിയാലോ. ബേബി നേരത്തെ ഒരു ഇൻസിഡന്റിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അല്ലെ? അത്ര കാര്യം പറഞ്ഞപ്പോ വോട്ട് യു തിങ്ക്? അതാണ് നിങ്ങൾ ഇന്ന് കമന്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്നത്തെ വിന്നേഴ്സിന് ഞാൻ എന്തായാലും സ്ക്രീനിൽ വിടാം. കൺഗ്രാറ്റ്സ് ടു ദ വിന്നേഴ്സ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ ക്വസ്റ്റൻ അപ്പൊ സ്റ്റേ ട്യൂൺ. നടക്കാം. ഓക്കെ, ബൈ.